അത്ര നീറ്റല്ല ഈ സിനിമയ്ക്കകത്ത്. അനാർക്കലി മരിക്കാതെ അങ്ങനെ വെറുതെ ഒന്നും പോകില്ല. ഇടയ്ക്ക് പല പെൺകുട്ടികൾ ഇതിനകത്ത് വന്നു എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ആളുകളൊന്ന് ഓടുന്നുണ്ട്. എനിക്കാണല്ലോ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ ആദ്യമേ പറയാണ്. എനിക്ക് ഈ ക്യാരക്ടറിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ വെറുതെ എന്റെ വഴിക്ക് പോയപ്പോ ഇയാളെ കണ്ടുമുട്ടിയതാട്ടോ. ഇവര് തമ്മില് അത് ദേഷ്യം കല്യാണം കഴിഞ്ഞു. പിന്നെ അനാർക്കലി മരക്കാരും ഒക്കെ ആയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഒരു ഫാമിലി എന്റർടൈനർ ആണ്. അയ്യോ ആണ് ഭയങ്കര രസകരമായിട്ട്. അവരെ സംശയം ന്യായമാണ്. അനാർക്കലി മരിക്കാറായിട്ട് എന്തുകൊണ്ടെന്ന് പറയുമ്പോ അത് ഇത് ഭാര്യയ്ക്ക് മാത്രം നമുക്ക് തോന്നുള്ളൂ. കാരണം എന്നോട് അപർണ പറയായിരുന്നു ഇയാളെ പക്ഷെ ശരിയല്ലെന്ന് പറയുമ്പോ ഞാൻ പറയാം ശരിയാണല്ലോ, നല്ല ആളല്ലേ. അല്ല, നൈല ചേച്ചി ഇതിനകത്ത് മിസ് ചെയ്ത് പോയിട്ടുള്ള കാര്യമുണ്ട്. മറ്റേ സംഭവം ഞാൻ അതൊരു ഭാര്യയ്ക്ക് മാത്രം തോന്നുകയാണ് ഈ ഭർത്താവ് എന്തിനാണ് അങ്ങനെ. പക്ഷെ നല്ല രസമുള്ള ക്യാരക്ടറാണ് അനാർക്കലി മരക്കാരന്റെ ഇതിനകത്ത്. ഭയങ്കര ജാങ്കോ ക്യാരക്ടറാണ് അല്ലേ. ഇത് ബേസ്ഡ് ഓൺ ഒരു ട്രൂ സ്റ്റോറി അങ്ങനെ എന്തെങ്കിലും ആകാം. പല ആളുകളുടെയും ലൈഫിൽ ഇങ്ങനെ കാണും ആയിരിക്കാം അല്ലെ. പാർട്ട് ഓഫ് ഇറ്റ് അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ. അത് ഞാനിപ്പോ ക്യാരക്ടറാണോ ഇത്? ഞങ്ങളുടെ സിനിമയിലെ റൈറ്റേഴ്സിൽ ഒരാളായ അങ്ങനെയാണ് പുള്ളിയുടെ കോ റൈറ്റർ പറയുന്നത്. ഏതാ ഈ പെൺവിഷയത്തിൽ? ഈ ഓട്ടത്തിന്റെ അപ്പൊ ചേട്ടന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എല്ലാവരുടെ കാര്യങ്ങൾക്ക് ഓടി നടത്തിട്ട് ലാസ്റ്റ് അതൊരു തലവേദനയായി തീർന്നു അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ല. നീ ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ. അല്ല, ആള് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ആളാ. അതെ. പിടിക്കാൻ ഞാൻ അടുത്ത പടത്തിൽ ശ്രമിക്കും. ചേച്ചി സിനിമയിലേക്ക് വന്നത് എങ്ങനെയാണ്? കൊറോണ വണ്ടി വിട്ടു. അല്ല, ഈ ഫിലിമിലേക്ക് അല്ല, എന്നെ ഫസ്റ്റ് മൈക്ക് RJ മൈക്ക് ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ മൈക്കാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞ് ആന്റണി സോണി എന്ന് പറഞ്ഞ ഡയറക്ടർ നെക്സ്റ്റ് ഫിലിം വിളിക്കും, സംസാരിക്കും, ഓക്കെ ആണോ നോക്കുക. എന്നിട്ട് എന്നോട് റൈറ്റേഴ്സിൽ അഭയേട്ടൻ ഇപ്പൊ പറഞ്ഞ അഭയേട്ടൻ എന്നോട് കഥ പറഞ്ഞു. കഥ കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പാവം ഫീൽ ഗുഡ് നല്ലൊരു സിനിമയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ കുറെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനത്തെ ഒരു സ്റ്റോറി വന്നപ്പം. അങ്ങനെയാണ് അത് കൊറോണ ടൈമിലാണ് ഞാൻ ഈ സ്റ്റോറി കേൾക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഓക്കെ, നൈല ചേച്ചി ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്തത് ഈ ഫിലിം? ഞാനിതുപോലെ തന്നെ കുറെ സിനിമകളുടെ കഥ കേട്ടു. അപ്പൊ അതിൽ അടുത്തത് ഏത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു നല്ല കഥ കേട്ടു. അപ്പം രസമാണ്. എന്റെ ക്യാരക്ടറും നല്ല രസം. ഞാൻ ഇതുവരെ ഞാൻ കുറെ ചെയ്തു എന്നല്ല, പക്ഷെ ഞാൻ ചെയ്തതിൽ എനിക്ക് എന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ചെയ്യാൻ. പിന്നെ ഇതിനകത്ത് പ്രിയനുള്ള അസുഖം ADHD എനിക്കുണ്ട്. അപ്പൊ എന്നോട് കഥ പറയുമ്പോൾ ഞാൻ പറയും ADHD എനിക്കുണ്ടല്ലോ, ADHD അതുള്ള ആളാണോ പ്രിയൻ? എനിക്ക് ശരിക്കും ADHD ഉണ്ടെന്ന് അറിയാം. റിയൽ പ്രിയന് ADHD ഉണ്ടെന്നുള്ള കാര്യം അറിയാറുണ്ടല്ലോ. ഉണ്ടായിരുന്നു. അയാൾക്കൊരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ കൈനറ്റിക് സിൻഡ്രോം